നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, ഇയാളെന്താ കിച്ചണിൽ ചെയ്യുന്ന? ഞാൻ എന്റെ വീട്ടിലെ കിച്ചണിൽ പലതും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അല്ല, കാർത്തിക്ക് ചായ ഉണ്ടാക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ആണെങ്കിൽ എന്തോ കാർത്തിയേട്ടന് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ 21 ദിവസത്തേക്ക് അത് വേണ്ട. ഞങ്ങൾ ഉറക്കം പിടിച്ച ശേഷമേ അമ്മ ഉറങ്ങും. ആ അമ്മയോട് ന്യായമായൊരു കാര്യത്തിനാണെങ്കിലും ഞാനൊന്ന് വഴക്കിട്ടത്. പോലും ഉറക്കാൻ പറ്റില്ല. എന്നാ പിന്നെ അമ്മയോട് മാപ്പ് പറഞ്ഞ് അങ്ങോട്ട് കയറി പൊക്കൂടെ? അയ്യടാ, എന്റെ പട്ടി പോവും. അതൊന്നും ശരിയാവത്തില്ല. വാശിയുള്ള അമ്മയുടെ മോൻ തന്നെയാ ഞാനും. അവന്റെ വാശി അവന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഞാൻ വിളിക്കാനൊന്നും പോകുന്നില്ല. ഇന്നത്തെ ദിവസത്തെ ഉറക്കം പോയി, അത് സാരമില്ല. എന്റെ സ്വപ്നങ്ങളാ എന്റെ 3 മക്കള്. അവരെന്നെ കരയിപ്പിക്കട്ടെ. ഞാൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്ന് ദൈവം കാണുന്നുണ്ട്. മതി, എനിക്കത് മതി. രാജലക്ഷ്മി, നീ വിഷമിക്കരുത്. നിന്റെ കണ്ണീരൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. വേണ്ട, കൈമലായിട്ട് പോവണ്ട. അവനെ എന്റെ തനിപ്പകർപ്പ വരില്ല. ഞാൻ ചെന്നാ കരഞ്ഞുകൊണ്ട് അവൻ എന്റെ പിറകെ വരും. എനിക്ക് സൗകര്യമില്ല അവന്റെ കാല് പിടിക്കാൻ. ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചി, ഇന്ദ്രേച്ചിയെ, നീയോ? നേരം പരപര വെളുത്തതല്ലേ ഉള്ളൂ. നീ എന്താടാ വിരണ്ടതുപോലെ ഓടിയെത്തിയത്? എന്താടാ, എന്തെങ്കിലും കോടാലികൾ ഉടലെടുത്തോ? ഒന്നുമില്ല ചേച്ചി. നിന്റെ കണ്ണുകൾ എന്താടാ ഉപ്പന്റെ കണ്ണുപോലെ ഇരിക്കുന്നെ? രാത്രി മുഴുവൻ മുടിഞ്ഞ വെള്ളോടിയായിരുന്നെന്ന് തോന്നുന്നല്ലോ. എന്താടാ, എന്തു പറ്റി? ഓ, ഒന്നുമില്ല ചേച്ചി. ഓ, ഇപ്പൊ മനസ്സിലായി. നിന്റെ പ്രിയതമ മൈഥിലി ഇന്നലെ അവളുടെ പഴയ പ്രിയതമന്റെ ബെഡ്റൂമിലാണല്ലോ അന്തി ഉറങ്ങിയത്. അതാണോ? ഏയ്, അതൊന്നുമല്ല. എന്റെ മൈഥിലി എനിക്ക് വിശ്വാസം. കറക്റ്റ്, അങ്ങനെ വേണം. അവള് മനസ്സിന് മുറിവേറ്റ പെണ്ണ. ചവിട്ടേറ്റ മൂർഖനും മനസ്സിന് മുറിവേറ്റ പെണ്ണും ഒരുപോലെയാ. അവര് പകരം വീട്ടും. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി സകല സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് വന്നവളാ. അവള് നിന്നെ ചതിക്കില്ല. എനിക്കറിയാം ഇന്ദ്രേച്ചി, എനിക്ക് അവളെ 100% വിശ്വാസമാണ്. ഇന്നലെ രാത്രിയില് കള്ളൽപ്പം കൂടിപ്പോയി, അതിന്റെ ക്ഷീണം എനിക്ക്. ശരിയാ, മുഖം ഉപ്പുമാങ്ങ പരുവത്തിലായി. അത് പോട്ടെ, നീ അവളെ ഒന്ന് വിളിച്ചേ മൈഥിലിയെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. വിളിക്കാം. ഫോൺ സ്പീക്കറിലിട്. അപ്പൊ നമുക്ക് 2 പേർക്കും കേൾക്കാലോ. ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഞാൻ ഇന്ദ്രേച്ചിയുടെ വിടില്ല മേതിലി. നീ കാര്യങ്ങളൊക്കെ പറയും, ഇന്ദ്രേച്ചിയും കേൾക്കുന്നുണ്ട്. ആ മീനാക്ഷിയുടെ ശല്യം കൂടി വരിക. ജോത്സ്യൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാ അവളും അവനും കൂടി ഓരോന്ന് ചെയ്യുന്ന. മൈഥിലി, മീനാക്ഷിയെ ഉപദ്രവിക്കാനാവരുത് നിന്റെ പ്രവൃത്തി. മീനാക്ഷി എന്റെ മകളാ. കാർത്തിയും അവളെയും തമ്മിൽ അകറ്റണം. എന്നിട്ട് മീനാക്ഷിയെ എനിക്ക് വേണം. പിന്നെ അവരുടെ ഒരു മീനാക്ഷി, അവളെ തകർക്കാനാ എന്റെ ലക്ഷ്യം. അവിടെ നടന്നത് എന്താന്ന് വിശദമായിട്ട് പറ മൈഥിലി. ഇവിടെ ഇന്നലെ നടന്നത്
വീട്ടിൽ ഇങ്ങോട്ട് വന്ന പുലിപാലാവും. ഞാൻ ഫോൺ വെക്കുകയാണേ. ശ്ശെ, പ്രശ്നമായല്ലോ. ഈ 21 ദിവസം കൊണ്ട് മീനാക്ഷിയും കാർത്തിയും തമ്മിൽ അകലുമെന്നാണ് ഞാൻ കരുതിയത്. ശ്ശെ, ഭർത്താവിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന മാധുരിയെ പോലെ തന്നെയാ മീനാക്ഷിയും. എന്താ ഇന്ദ്രേശി ആലോചിക്കുന്നത്? ആ, മീനാക്ഷി കാർത്തിക്കിന്റെ മുറിയിൽ കിടക്കാൻ പാടില്ല. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വർക്കൗട്ടാവും. എനിക്ക് വ്യക്തമായില്ല. എടാ, നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ നമ്മളെക്കാൾ ഉപരി ലക്ഷ്യബോധമുള്ളവളാ മൈഥിലി. അവൾ ഒരിക്കൽ കൂടി കാർത്തിക്കിനെ ചിരിച്ചുകൊണ്ട് ചതിക്കണം. നിന്നെ ചതിക്കാതെ അവൾ കാർത്തിക്കിനെ മയക്കിയെടുക്കും. അങ്ങനെ ആ ഉടവാൾ മൈഥിലി കൈക്കലാക്കും. എനിക്ക് ഉടവാള് മാത്രമല്ല, എന്റെ മീനാക്ഷിയെയും വേണം. എനിക്ക് മൈഥിലിയും വേണം, പണവും വേണം. ഉം. ഉടവാൾ എന്റെ കയ്യിൽ കിട്ടിയാൽ കോടികൾ ഞാൻ നിനക്ക് തരും. ഈ പദ്ധതികളൊക്കെ നടപ്പിലാകണമെങ്കിൽ മീനാക്ഷിയെ നമ്മൾ ആ മുറിയിൽ നിന്ന് മാറ്റണം. അതിനുള്ള വഴികളാണ് കണ്ടെത്തേണ്ടത്. അല്ല, ഇയാളെന്താ കിച്ചണിൽ ചെയ്യുന്ന? ഞാൻ എന്റെ വീട്ടിലെ കിച്ചണിൽ പലതും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? അല്ല, കാർത്തിക്ക് ചായ ഉണ്ടാക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആണെങ്കി എന്തോ? കാർത്തിയേട്ടന് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് മുതൽ 21 ദിവസത്തേക്ക് അത് വേണ്ട. കാർത്തിയുടെ കാര്യങ്ങള് ഞാൻ തന്നെ നോക്കാനാ ജോത്സ്യം പറഞ്ഞേക്കുന്നെ. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഭാര്യാ സേവനം. ദേ, കൂടുതൽ സേവിക്കാൻ വന്നേക്കരുത്. നിന്റെ പല്ലൊടിച്ചാൻ തെറിപ്പിക്കും. 21 ദിവസം ഒരേ ബെഡ്റൂമിൽ കഴിയണമെന്ന് ആ ജോത്സ്യം പറഞ്ഞിട്ടുണ്ട്. അതിനാ മുറിയുടെ മൂലയ്ക്ക് ഞാൻ അവസരവും തന്നിട്ടുണ്ട്. അത്രയ്ക്കൊക്കെ മതി കേട്ടോ. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. അവളുടെ ഒരു ഭരണം. 21 ദിവസം നിന്റെ ഉറക്കം സ്വാഹ. ഞാനും എന്റെ കാർത്തിയേട്ടനും എന്റെ കുഞ്ഞും സുഖമായിട്ട് ഉറങ്ങും. ഇവളെന്റെ പല്ലടിച്ച് താഴെയിടുമെന്ന് പറഞ്ഞു. ഇപ്പോ ഇവളുടെ പല്ല് തെറിപ്പിക്കാൻ ഞാനൊരു പണി കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.